നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് മുഖത്തുണ്ടാകുന്ന അധിക രോമ വളർച്ച കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ചെയ്യാൻ കാരണം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ താഴെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഞാൻ മുൻപേ ഇട്ട വീഡിയോന്റെ താഴെയും കുറച്ച് പേര് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആണ്. എല്ലാവർക്കും തന്നെ ഫേസ് അങ്ങനെ വാക്സ് ചെയ്യുക, ഷേവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ അമിതമായിട്ടുണ്ടാവുന്ന രോമം കുറയണം എന്ന ആഗ്രഹവും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യാം, നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യാം. ഒന്നോ രണ്ടോ യൂസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. ഇവിടെ ഞാനൊരു 2 ടീസ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചപ്പാലാണ്. തിളപ്പിച്ച പാലല്ല കേട്ടോ, പച്ചപ്പാൽ തന്നെ വേണം. അത് മിക്സ് ചെയ്യാൻ എത്ര വേണോ അത്ര എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങേൻ്റെ നീര് വേണം. പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വേണം. അതൊരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണ് മതി. ഇത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പച്ചമഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണിത്. കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പൊടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ആട്ടിച്ച വെളിച്ചെണ്ണയാണ്, നല്ല പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണിത്. അതിനുശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടലപ്പൊടിയിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കസൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ, സാധാരണ കറി വയ്ക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല. അതിനുശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടൊരു പാക്ക് ആക്കാൻ എത്ര പാല് വേണോ അത്രയും പാൽ ഒഴിച്ചു കൊടുക്കുക. വല്ലാണ്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, കുറച്ചൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എത്ര പാല് വേണോ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക. കണ്ടില്ലേ, വല്ലാണ്ട് വെള്ളം പോലെയല്ല, ഈ ഒരു തിക്നെസ് വേണം. ഇനി നമുക്ക് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിയുന്നതും രാത്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്. കസ്തൂരി മഞ്ഞളുണ്ട്, അപ്പം അപ്ലൈ ചെയ്തതിന് ശേഷം വെയിലത്ത് പോവുകയാണെങ്കിൽ മുഖം കരിവാളിക്കും. അത് കൂടാണ്ട് ഇതിനകത്ത് നാരങ്ങയുടെ നീരും ഉണ്ട്. അപ്പം ശ്രദ്ധിക്കുക, കഴിയുന്നതും രാത്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പകൽ ചെയ്യാൻ ആണ് സിറ്റുവേഷൻ അങ്ങനെയുള്ളൂ എന്നുണ്ടെങ്കിൽ പകൽ ചെയ്തോളൂ, പക്ഷേ കഴിയുന്നതും വെയിലത്ത് ഇറങ്ങാണ്ടിരിക്കുക. അപ്പം ഞാൻ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്തു. ഇത് നന്നായിട്ട് ഉണങ്ങണം. കണ്ടില്ലേ, ഉണങ്ങിയിരിക്കണു നന്നായിട്ട്. കടലപ്പൊടി നമ്മൾ എന്തിനാണ് ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പൊടി ഒരു പാക്കായിട്ട് ഇടുമ്പം അത് ഈ ഹെയറിൻ്റെ മേലെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ബാക്കിയാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേപോലെ സ്ക്രബ് ചെയ്യാം. അങ്ങനെ സ്ക്രബ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പം ഇതേപോലെ വേരോടെ തന്നെ നിങ്ങളെ ഫേഷ്യൽ ഹെയർ പിഴുതു പോരും. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പം പിന്നെ ആ ഭാഗത്ത് ഫേഷ്യൽ ഹെയറിൻ്റെ ഗ്രോത്ത് കുറയാൻ വേണ്ടിയിട്ടുള്ള കാരണമാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ സ്ക്രബ് ചെയ്യുന്നത്. പക്ഷേ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വല്ലാതെ പ്രഷർ കൊടുത്ത് സ്ക്രബ് ചെയ്യരുത്. അപ്പോൾ നമ്മളെ മുഖത്ത് ചുളിവുകളൊക്കെ പെട്ടെന്ന് വരാൻ കാരണമാവും. അപ്പോൾ അധികം വല്ലാണ്ട് പ്രഷർ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഇട്ടതിന് ശേഷം ഇതേപോലെ പിന്നെയും സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. കണ്ടില്ലേ, അപ്പോൾ നിങ്ങളിത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ, റെഗുലറായിട്ട് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 3-4 തവണ ഇതേപോലെ ഈ സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഹെയർ ഗ്രോത്ത് കുറയും. കടലമാവ് ആയതുകൊണ്ട് ഇത് കുറച്ച് ഡ്രൈയിങ് ആണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാ ഫേസ് പാക്ക് ചെയ്യാന്ന് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ടിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഇത് PCOD അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന രോമ വളർച്ച ഇത് അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. അതല്ലാതെ സാധാരണ രീതിയിൽ രോമ വളർച്ച ഉള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ നന്നായിട്ട് ഇത് ഫോളോ ചെയ്യുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. 100% റിസൾട്ട് കിട്ടും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതേപോലെ DIYസും കാര്യങ്ങളൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ.